നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. 3-5 ഗോളുകൾക്കായിരുന്നു റയൽ അത്ലറ്റിക്കോക്ക് മേൽ വിജയം സ്വന്തമാക്കിയത്. എന്നാൽ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. കോപ്പ ഡെൽ റേയിൽ നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. വരുന്ന 19-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. അതിനുശേഷം ലാലിഗയിൽ ഇരുവരും തമ്മിൽ ഫെബ്രുവരി 4-ാം തീയതി മറ്റൊരു മത്സരം കൂടി അരങ്ങേറുന്നുണ്ട്. ഇന്റർനാഷണൽ ഫുട്ബോളിലെ ഏറ്റവും വലിയ ചിരവൈരികളാണ് അർജന്റീനയും ബ്രസീലും. റയലും അത്ലറ്റിക്കോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഡി പോൾ, കൊറേയ, മൊളീന തുടങ്ങിയ അർജന്റീൻ താരങ്ങൾ ഉള്ളത് അത്ലറ്റിക്കോയിലാണ്. അതേസമയം വിനീഷ്യസ്, റോഡ്രിഗോ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങൾ റയൽ മാഡ്രിഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാഡ്രിഡ് ഡെർബി നടക്കുമ്പോൾ അതിനകത്ത് ഒരു അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം കൂടി നടക്കുന്നുണ്ടോ എന്ന് ഡീപോളിനോട് ചോദിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ അതിന് വലിയ പ്രാധാന്യം ഒന്നും നൽകുന്നില്ല. കാരണം ഞങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളാണ്, അവർ റയൽ മാഡ്രിഡ് താരങ്ങളാണ്. അതിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാറില്ല. ദേശീയ ടീമിനോടൊപ്പം കളിക്കുന്നത് അത് മറ്റൊരു ലെവലാണ്. അതിൽ മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല. ഇതാണ് റോഡ്രിഗോ ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്ലബ്ബ് തലത്തിൽ ദേശീയ ടീമിലെ താരങ്ങൾ തമ്മിലുള്ള വൈരത്തിന് പ്രാധാന്യം നൽകാറില്ല എന്ന് തന്നെയാണ് ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ലാലിഗയിൽ ഈ സീസണിൽ ഇതിനു മുൻപ് ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ റയലിനെ പരാജയപ്പെടുത്താൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. ഏതായാലും ഉടൻ തന്നെ 2 ഡെർബികൾ കൂടി അരങ്ങേറാനുണ്ട്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.